കട്ടപ്പന നഗരസഭയിൽ UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് നേരിടാനുള്ളത് വിമത ദമ്പതികളെ. മുൻ നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബിയും ഭർത്താവുമാണ് 2 വാർഡുകളിലായി ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്നത്. സീറ്റ് നൽകാമെന്ന വാഗ്ദാനം പാലിക്കപ്പെടാതെ പോയതോടെയാണ് ദമ്പതികൾ വിമതരായത്. കട്ടപ്പന നഗരസഭയിൽ കഴിഞ്ഞ തവണ 5 വർഷത്തിനിടെ 3 ചെയർപേഴ്സൺമാരുടെ ആദ്യ 2 വർഷം ചെയർപേഴ്സണായിരുന്ന ആളാണ് ബീന ജോബി. 2 വർഷം ബീന ജോബിയായിരുന്നു ചെയർപേഴ്സൺ. ഇത്തവണ നഗരസഭയിൽ 31-ാം വാർഡിൽ നിന്ന് മത്സരിക്കാനായിരുന്നു തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങളും തുടങ്ങി. എന്നാൽ ഈ വാർഡ് UDF നേതൃത്വം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകി. ഇതോടെയാണ് മുൻ ചെയർപേഴ്സൺ വിമതയാകുന്നത്. കേരള കോൺഗ്രസിന്റെ ജോസഫ് ഗ്രൂപ്പിന്റെ ആ വാർഡിലൊരു 10 വീട്ടുകാർ പോയിട്ട് 5 വീട്ടുകാർ പോലില്ല. അവരവർക്ക് വേണ്ടി കൈവെക്കാൻ വേണ്ട ആൾക്കാർ വേണമെന്ന ഉദ്ദേശത്തിലായിരിക്കാം അവരവർക്ക് ഇഷ്ടക്കാരെ തന്നെ ഓരോ വാർഡിലും നിയമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാലോചന ഇല്ലാതെയാണ് ഈ പ്രാവശ്യം ഒരു ജയിക്കാൻ ഉള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബീനയുടെ ഭർത്താവ് ജോബി സ്റ്റീഫനും പ്രതിഷേധിച്ച് മത്സരത്തിനുണ്ട്. 1-ാം വാർഡിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെയാണ് ജോബി മത്സരിക്കുന്നത്. ജോബി സ്റ്റീഫൻ മത്സരരംഗത്തില്ല, എനിക്ക് സീറ്റ് തരാനാണ് ജോബി സ്റ്റീഫൻ അവിടെ ആവശ്യപ്പെട്ടത്. അപ്പം അവിടെ ഒരാളെ മത്സരിപ്പിക്കാൻ ആ വാർഡിൽ തന്നെ താമസിച്ച യൂത്ത് കോൺഗ്രസിന്റെ അലൻസി മനോജ് എന്ന് പറഞ്ഞ ഒരു പയ്യന് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ആ ജോബിക്ക് തരണമെന്ന് പോലും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ എനിക്ക് ഇവിടെ ഒരു സീറ്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. AI ഗ്രൂപ്പുകൾ നടത്തിയ സീറ്റ് വീതം വെപ്പിൽ പ്രാദേശിക വികാരം അവഗണിക്കപ്പെട്ടു എന്നാണ് വിമതരുടെ നിലപാട്. ദമ്പതികൾ ഉൾപ്പെടെ 4 വാർഡിൽ കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന് വിമത സ്ഥാനാർത്ഥികളുണ്ട്. മീഡിയ 1 ഇടുക്കി.